Hi all, welcome to TradeMax. This is Rahul Bashir, your Forex mentor. So last വീഡിയോസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. സോ ഫോറക്സ് മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ആൻഡ് ഇതൊക്കെ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ പ്രധാന ടെർമിനോളജീസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. സോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറക്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറൻസി പെയർസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ശരിക്കും ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് കറൻസീസ് ആണോ? തീർച്ചയായിട്ടും അല്ല, കറൻസി പെയർസ് ആണ് നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഇത് തീർച്ചയായും എല്ലാ ബിഗിനേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഫോറക്സിൽ ഒരു കറൻസി മാത്രം നിങ്ങൾക്ക് വാങ്ങാനോ വിൽക്കാനോ സാധിക്കില്ല. എപ്പോഴും ഒരു കറൻസി മറ്റൊരു കറൻസിയുമായി കമ്പയർ ചെയ്തിട്ടാണ് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഒരു കറൻസി പെയറിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഇടതുവശത്തുള്ള കറൻസിയെ ബേസ് കറൻസി എന്നും വലതുവശത്തുള്ള കറൻസിയെ കോഡ് കറൻസി എന്ന് പറയുന്നു. എക്സാമ്പിൾ, നമുക്കൊരു യൂറോ USDയുടെ പെയർ നോക്കാം. ഇവിടെ യൂറോ എന്നത് ബേസ് കറൻസിയും USD എന്ന് പറയുന്നത് കോഡ് കറൻസിയുമാണ്. ഒരു യൂറോ USDയുടെ പ്രൈസ് 1.1 ആണെങ്കിൽ അത് വാങ്ങാനായി $1.1 വേണം എന്നാണ് അതിന്റെ അർത്ഥം. ഇത് മനസ്സിലാക്കിയാൽ ഫോറക്സ് മാർക്കറ്റിലെ പ്രൈസ് മൂവ്മെന്റ്സ് തീർച്ചയായും നിങ്ങൾക്ക് എളുപ്പമായി മനസ്സിലാക്കാൻ സാധിക്കും. പല ബിഗിനേഴ്സും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഒരു കറൻസി മുകളിലേക്കും താഴേക്കും പോകുന്നത്? ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു കറൻസി മറ്റൊരു കറൻസിയേക്കാൾ സ്ട്രോങ് ആകുമ്പോൾ പെയർ മൂവ് ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, യൂറോ സ്ട്രോങ് ആവുകയും USD വീക്ക് ആവുകയും ചെയ്താൽ യൂറോ USD ഉയരും. മറിച്ച് ഡോളർ സ്ട്രോങ് ആവുകയും യൂറോ USD വീക്ക് ആവുകയും ചെയ്യുമ്പോൾ യൂറോ USD താഴേക്ക് ഇറങ്ങും. അതായത് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ കറൻസി മറ്റൊരു രാജ്യത്തിലെ കറൻസിനേക്കാൾ എങ്ങനെ കൂടുതൽ പെർഫോം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഫോറക്സ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന പേഴ്സ് ആണ് മേജർ പേഴ്സ്. ഇവയിൽ സാധാരണമായി US ഡോളർ ഉൾപ്പെട്ടിരിക്കും. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ യൂറോ USD, GBP USD, AUD USD, USD JPY എന്നിവ മേജർ പേഴ്സ് ആണ്. മേജർ പേഴ്സിന്റെ പ്രധാന പ്രത്യേകത എന്തെന്നാൽ ലിക്വിഡിറ്റി ആണ്. അതിനർത്ഥം എന്നത് വാങ്ങുന്നവരും വിൽക്കുന്നവരും ധാരാളം ഉണ്ടായിരിക്കും എന്നതാണ്. ഇതുകൊണ്ട് തന്നെ പ്രൈസ് മൂവ്മെന്റ്സ് സാധാരണമായി സ്മൂത്ത് ആയിരിക്കും. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അവർ പഠിക്കാനായിട്ട് പോകുമ്പോൾ മേജർ പേഴ്സിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്ക് എന്താണ് മൈനർ പേഴ്സ് എന്ന് നോക്കാം. US ഡോളർ ഉൾപ്പെടാത്ത പ്രധാന കറൻസീസ് തമ്മിലുള്ള പേഴ്സ് ആണ് മൈനർ പേഴ്സ്. ഇവയെ ക്രോസ് പേഴ്സ് എന്നും വിളിക്കാറുണ്ട്. സോ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോ GBP JPY, യൂറോ JPY ഇവയെല്ലാം മൈനർ പേഴ്സ് ആണ്. ഇവ മേജർ പേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് വോളിയം കുറവാണ്. എന്നാൽ ട്രേഡേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേഴ്സും കൂടിയാണ് മൈനർ പേഴ്സ്. ഓക്കെ, ഇത്തരത്തിലുള്ള മൈനർ പേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ രണ്ട് രാജ്യങ്ങളുടെയും എക്കണോമിക് സിറ്റുവേഷൻസും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഒരു മേജർ കറൻസിയും ഒരു എക്കണോമിക് ഡെവലപ്പിംഗ് കറൻസിയും കൂടെ ചേർന്നതാണ് എക്സോട്ടിക് പേഴ്സ്. USD ZAR, USD MXN, USD TRY എന്നിവയാണ് എക്സോട്ടിക് പേഴ്സ്. ഇവയ്ക്ക് പ്രധാനമായും ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൈസ് മൂവ്മെന്റ്സ് വളരെ വേഗത്തിലും സ്ട്രോങ് ആയി മാറാനും സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഇത് ഒട്ടും പ്രിഫറബിൾ അല്ല. മാർക്കറ്റിൽ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയതിനു ശേഷം മാത്രമാണ് ഒരു ട്രേഡർ ഒരു എക്സോട്ടിക് പേഴ്സ് നോക്കാറുള്ളത്. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോറക്സ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു മേജർ പെയർ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നതാണ്. അതായത് യൂറോ USD, GBP USD, USD JPY ഇവയെല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. സോ ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ കൂടുതലായിട്ടുള്ള ലിക്വിഡിറ്റീസ് ഈ ഇത്തരത്തിലുള്ള മേജർ പേഴ്സിന് നമുക്ക് കിട്ടും. കമ്പാരിറ്റീവ്ലി കുറഞ്ഞ സ്പ്രെഡാണ് ഇതിന് കിട്ടുന്നത്. ആൻഡ് മോറോവർ മാർക്കറ്റ് അനാലിസിസ് ചെയ്യാൻ വളരെ എളുപ്പവുമാണ്. അതുകൊണ്ട് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേഴ്സ് ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് വളരെ ചുരുങ്ങിയ ഒരു 2 പേഴ്സെങ്കിലും നോക്കി ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഒരു ഫോറക്സ് മാർക്കറ്റിൽ എല്ലാ കറൻസി പേഴ്സിലും കയറി ട്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഒരു കറൻസി പേഴ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ബേസ് കറൻസി എന്താണ്, ഒരു കോഡ് കറൻസി എന്താണ് ഒരു മേജർ മൈനർ എക്സോട്ടിക് പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം, ഇവയെല്ലാം എപ്പോഴും ചെക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങൾ മാർക്കറ്റിൽ കൂടുതലായി അനലൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കൊരു നല്ല ട്രേഡറായി മാറാനായി സാധിക്കും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മേജർ മൈനർ എക്സോട്ടിക് പേഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചല്ലേ. സോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ മേജർ മൈനർ എക്സോട്ടിക് പേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആയത് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ഒരു പെയർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. സോ സീ യു ദെൻ, ബൈ.